ഇടുക്കി തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി ഒരാൾ മരിച്ചു. ഈസ്റ്റ് കലൂർ സ്വദേശി സിബി ഭാസ്കരനാണ് മരിച്ചത്. വാഹനത്തിന് തീപിടിച്ചപ്പോൾ പറമ്പിലേക്ക് ഓടിച്ചു കയറ്റിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. ഇല്ല, വ്യക്തമായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതലായ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്കിത് എന്താണെന്നുള്ള ചിത്രം തെളിയുള്ളൂ. എന്താണെന്ന് കാര്യം, അദ്ദേഹം വീട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നതെന്നും പറഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറമ്പിലേക്ക് നോർമൽ കയറേണ്ട ആവശ്യമില്ല. എന്താണ് ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തതിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് അന്വേഷിക്കണം, എന്താണെന്ന് നോക്കേണ്ടിയിരിക്കും. മകൻ ഇവിടെ സ്പോട്ടിലുണ്ട്. അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ആളാണെന്ന് പറയുന്നുണ്ട്. ഏകദേശം ഒരു മണിക്കൂറോളം ആവുന്നു സംഭവം നടന്നിട്ട്. നിലവിൽ നമ്മളൊരു ഫയർഫോഴ്സിൻ്റെ വണ്ടി പോകാണ്ടാണ് നമ്മൾ അന്വേഷിച്ച ഇവിടെ ഇപ്പോൾ സംഭവം നടന്നറിഞ്ഞത്. ഇപ്പം മരിച്ച ആളുടെ ഈ വണ്ടി നേരെ പറയുന്നത് നമ്മുടെ ഈസ്റ്റൊരു നിവാസിയായിട്ടുള്ളൊരു സിബിയുടെ ഏർപ്പാൽ സിബി എന്നാണ് വീട്ടിലെ പേര്. ഇവിടെ വണ്ടിയാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ മക്കൾ വന്ന് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള ആൾ സിബി ആണോ എന്നുള്ളത് മാത്രം നമുക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ വന്നിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു. തൊടുപുഴ പെരുമാങ്കണ്ടത്താണ് ഈ ഒരു അപകടമുണ്ടായത്. വിവരങ്ങൾ നൽകാനായി തൊടുപുഴയിൽ നിന്ന് സിജോ വർഗീസ് തത്സമയം ചേരുന്നുണ്ട്. സിജോ, എങ്ങനെയാണ് കാർ കത്തിയത് എന്ന കാര്യത്തിലും സിബി ഭാസ്കറിൻ്റേത് തന്നെയാണ് മൃതദേഹം എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വന്നോ? അമൃത, പ്രാഥമിക നിഗമനം ഈ സിബി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കാർ കത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഈ ഭാഗം, അതായത് നേരെ പുറകുവശം എന്ന് പറയുന്നത് അത് കുമാരമംഗലത്ത് നിന്ന് ഏഴൂർക്ക് പോകുന്ന ഒരു പ്രധാന പാതയാണ്. ആ പാതയിൽ തന്നെയാണ് ഇത് പ്ലാന്റേഷനിലേക്കുള്ള റോഡാണ്. ഈ പ്ലാന്റേഷനിലേക്കുള്ള റോഡ് നേരെ പ്ലാന്റേഷനിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ സ്ഥലമുള്ളത്, ഈ അപകടം നടന്ന സ്ഥലമുള്ളത്. ഈ ഭാഗത്ത് വെച്ച് കാറിന് ഒരുപക്ഷെ തീ പിടിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം സമീപത്തുള്ള പറമ്പിലേക്ക് കാർ ഓടിച്ച് കയറ്റിയതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ കാർ കത്തുന്നത് കണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി, പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും നമ്മോടൊപ്പം കുമാരമംഗലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ആളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ടോ അങ്ങനെ വല്ലതും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? നിലവിലൊരു വിഷയങ്ങളുള്ളതായിട്ട് നിലവിൽ അറിവില്ല. നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലിയാണ്. ഒരു ഭാര്യ, ടീച്ചർ, 2 മക്കളും ജോലിയുണ്ട്. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിലെ ജോലി ചെയ്യായിരുന്നു സാറിന്. നിലവിൽ ഇതിപ്പോൾ വാഹനത്തിൽ തീ പടരുന്നത് കണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അകത്തേക്ക് കയറ്റിയതാകാനായിരിക്കും സാധ്യത അല്ലേ എന്നാണ് ആളുകളുടെ ഒരു നിഗമനം. തീർച്ചയായും എന്തായാലും അങ്ങനെ തന്നെ ഒരു അഭിപ്രായമാണ് ഈ ആളുകളെല്ലാം പറയുന്നത്. മറ്റു വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. അവിടെ നൽകുന്നൊരു വിവരപ്രകാരം ഈ ഇദ്ദേഹത്തിന് വേറെ സ്ഥലം ഒക്കെ ഉണ്ട്. ആ ഭാഗത്ത് കൃഷിയും മറ്റാവശ്യങ്ങളെല്ലാം ഉണ്ട്. രാവിലെ വീട്ടിൽ നിന്നും ഈ സാധനങ്ങൾ വാങ്ങിക്കാനായി ഇറങ്ങി കാറുമായി പോകുന്നതാണ്. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ കാറിന് തീ പിടിച്ചപ്പോൾ അത് സമീപത്തെ ഈ പറമ്പിലേക്ക് ഓടിച്ച് കയറ്റിയതാകാം. അപ്പോഴുണ്ടായ ഒരു അപകടമാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ്. ഇദ്ദേഹം കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നാട്ടുകാർക്ക് മറിച്ച് മറ്റൊരു അഭിപ്രായങ്ങളും എന്തായാലും ഇല്ല. അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലാണ് ഈ വാഹനത്തിന് തീ പിടിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളെല്ലാം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇത് കലൂർക്കാട് സ്റ്റേഷൻ പരിധിയാണോ തൊടുപുഴ സ്റ്റേഷൻ പരിധിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇത് ആ കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും. ഇനി ഇൻക്വസ്റ്റ് നടക്കേണ്ടതുണ്ട്. ഫോറൻസിക് സംഘം ചിലപ്പോൾ ഒരുപക്ഷെ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് അതിനുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ അപകട വിവരം നാട്ടുകാർ അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ദാരുണമായ സംഭവം ഉണ്ടായതിൻ്റെ ഒരു നടുക്കത്തിലാണ് ഈ പ്രദേശവാസികളെല്ലാം ഉള്ളത്. അമൃത, ഈ അപകടം ഉണ്ടായത്, ഈ കാർ കത്തി നശിക്കുന്ന കാര്യം, ഇത് ആരെങ്കിലും നേരിട്ട് കണ്ട് ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നോ? ദൃക്സാക്ഷികളുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. നിലവിൽ അമൃത, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പ്രദേശമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത്. കാരണം ഇതിൽ പ്രധാന റോഡ് എന്ന് പറയുന്നത് കുമാരമംഗലത്ത് നിന്ന് ഏഴൂർക്ക് പോകുന്ന ഒരു റോഡ് തന്നെയാണ്. അതിനോട് ചേർന്ന് ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് റബ്ബർ തോട്ടമാണ്, വലിയ എസ്റ്റേറ്റ് മേഖലയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റബ്ബറൊക്കെ വെട്ടി തെളിച്ചിട്ട ഒരു പ്രദേശമാണ്. അതിനുള്ളിൽ അവിടെ കയ്യാലയുണ്ട്. റോഡിനോട് ചേർന്ന് ഒരു ചെറിയ ഗേറ്റാണുള്ളത്. കഷ്ടിച്ച് ഒരു വാഹനത്തിനകത്തേക്ക് കടന്നു പോകാവുന്ന ഒരു ഗേറ്റ് മാത്രമാണ്.
ഗേറ്റാണ് ഉള്ളത്. ആ ഗേറ്റിനകത്തേക്ക് വാഹനം കടന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അധികമൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലാണ് ഈ വാഹനം കിടക്കുന്നതും. തീ പടർന്നു പിടിക്കുന്നത് കണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തി. ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടാണ് ഇതിന് ചേർന്നുള്ള ടൗൺ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ ഈ വിവരം അറിയുന്നത്. തുടർന്നാണ് അവരിവിടെ ഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഈ കാർ കത്തിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. അതിനകത്ത് ആളുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ആദ്യം സംശയമുണ്ടായിരുന്നു. പിന്നീട് തീയൊക്കെ അണച്ച ശേഷം പരിശോധിച്ചപ്പോഴാണ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. പിന്നീടാണ് ഈ വാഹനത്തിൻ്റെ നമ്പർ പരിശോധിച്ചത്. വാഹനത്തിൻ്റെ നമ്പർ പരിശോധിച്ച് അതനുസരിച്ച് ആളുകൾ ഇത് സിബിയുടെ വാഹനമാണ് എന്നുള്ള രീതിയിൽ തിരിച്ചറിയുകയും തുടർന്ന് അവരെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീടാണ് ആ ഭാഗത്ത് നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി. അവരുടെ ബന്ധുക്കളടക്കം ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ ഒരു പരിശോധനയിലാണ് പ്രാഥമിക ഘട്ടമായി ഇത്തരത്തിൽ സിബി തന്നെ ആകാമെന്നൊരു സംശയത്തിലേക്ക് ആദ്യം നീങ്ങിയത്. പിന്നീട് അവരുടെ ബന്ധുക്കൾ വന്ന് പോലീസും നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിൽ അത് സിബി ആകാമെന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ രാവിലെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായി കാറുമായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടാകുന്നത് ഒരുപക്ഷെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ വാഹനത്തിന് തീ പിടിച്ചപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാനായി ഒരുപക്ഷെ ഈ സമീപത്തെ പറമ്പിലേക്ക് കയറ്റിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത്തരം വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാത്ത വിധം അതിൽ കുരുങ്ങിപ്പോയതാണോ എന്നുള്ളതും ആണ് ഒരു പ്രാഥമിക നിഗമനമായിട്ട് നിൽക്കുന്നത്. മറ്റെന്തെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അറിയുകയുള്ളൂ. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. അമൃത, ഈ മൃതദേഹം ഇപ്പോഴും കാറിനകത്ത് തന്നെയാണോ സിജോ ഉള്ളത്? ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? മൃതദേഹം ഇപ്പോഴും കാറിന് അകത്ത് തന്നെയാണ് ഉള്ളത്. കൂടുതൽ പോലീസ് അതായത് തൊടുപുഴ നിന്നും കല്ലൂർക്കാട് നിന്നുമുള്ള പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വാഹനത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഈ മൃതദേഹം ഉള്ളത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ മൃതദേഹം ഈ കാറിനുള്ളിൽ കാണപ്പെടുന്നത്. പിന്നീട് അവരുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ സ്ഥലത്ത് വന്ന് പൊതുപ്രവർത്തകരെല്ലാം വന്നിട്ടുണ്ട്. അവർ എത്തി ഈ ആൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇനിയോ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? ഞങ്ങൾ കുറേ അപ്പുറയാണ്. ആണോ? എപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞത്? ഞാൻ ഒരു അരമണിക്കൂറായുള്ളൂ. അരമണിക്കൂറായുള്ളവരാണല്ലേ? നിങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ ഉള്ളവരാണ് കേട്ടോ? അപ്പുറയാണ്. ആണോ? ഞാൻ അറിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിലാണ് അറിഞ്ഞത്. അതല്ലേ? ഇവിടെ ഇങ്ങനെ ഈ ഒരു വിജനമായിട്ടുള്ള ഏരിയ തന്നെയാണ്? അതെ 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 അല്ലേ? ഒരു പക്ഷേ ഇത് ഇവിടെയൊക്കെ വീടുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ നേരത്തെ ഒന്നും ആ വീടുകൾ ഒന്നുമില്ലായിരുന്നു. ഇത് നേരെ അങ്ങോട്ട് പോകുന്നത് പ്ലാന്റേഷനിലാണ്. പ്ലാന്റേഷൻ ഞാൻ താമസിക്കുന്നത് ഈസ്റ്റ് കല്ലൂരാണ്. ഈസ്റ്റ് കല്ലൂർ അടുത്ത് തന്നെ. അതെ. ഓക്കെ, ശരി. എന്തായാലും ഇതൊരു പ്ലാന്റേഷനാണ്. പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു റബ്ബർ തോട്ടം എസ്റ്റേറ്റ് മേഖല തന്നെയാണ്. ആ ഭാഗത്തേക്ക് വിജനമായിട്ടുള്ള ഒത്തിരി പ്രദേശങ്ങൾ ഉണ്ട്. ജനവാസ മേഖല തന്നെയാണ്. പക്ഷേ അടുത്തിടെയാണ് ഇവിടെ കൂടുതൽ ആളുകളൊക്കെ താമസത്തിന് വന്നു തുടങ്ങിയത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാർ ഇതിനുള്ളിൽ ഇങ്ങനെ കത്തി കിടക്കാനുള്ള ഒരു സാധ്യത അധികമാരും ശ്രദ്ധയിൽപ്പെടാതെ പോയതും. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അത് എന്താണ് അപകട കാരണം, എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിനെ സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധനയുണ്ട്. പ്രാഥമികമായി ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അമൃത, ഇടുക്കി തൊടുപുഴ പെരുമാങ്കണ്ടത്താണ് കാർ കത്തി നശിച്ചിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം ആ കാറിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈസ്റ്റ് കലൂർ സ്വദേശി സിബി ഭാസ്കരനാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഇനി ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വരാനിരിക്കുന്നു. വിവരങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്.